എല്ലാവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് 11 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു നൈറ്റിയുടെ കട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ യോക്ക് നൈറ്റിയാണ്. നമ്മൾ റൗണ്ട് ടൈപ്പിലുള്ള യോക്ക് നൈറ്റി നമുക്ക് പല മെത്തേഡിൽ ചെയ്യും. ഇത് റൗണ്ട് ടൈപ്പിലുള്ള യോക്ക് നൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് 3 മീറ്റർ ക്ലോത്താണ്. 3 മീറ്റർ കാണത്തില്ല, 290 കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ലെങ്ത് ഒരുപാട് വേണമെന്നുള്ളവർക്കും ചെസ്റ്റ് അളവ് കൂടുതലുള്ളവർക്കും 320ൻ്റെ മെറ്റീരിയൽ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് തുണി തികയത്തില്ല, വേറെ തുണിയൊക്കെ നെക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് പ്ലീറ്റഡ് നൈറ്റിയാണ്, യോക്ക് പ്ലീറ്റഡ് നൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് 11 ഇഞ്ച് ചെസ്റ്റുള്ള അളവുള്ള നൈറ്റിയാണ് കേട്ടോ. നമുക്കിത് അതായത് ആദ്യം ഒന്ന് അളവുകളൊക്കെ ഒന്ന് മാർക്ക്. അപ്പോൾ ആദ്യം നമുക്ക് യോക്ക് സെപ്പറേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം യോക്ക് ലെന്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പം നമുക്ക് വേണ്ട യോക്ക് ലെന്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടണം. മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാനും താഴ്ഭാഗത്ത് സ്കേർട്ടുമായിട്ട് ജോയിൻ ചെയ്യാനും 1/2 ഇഞ്ച്, അങ്ങനെ 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ എല്ലാ പേർക്കും ഈ 10 ഇഞ്ച്, അതായത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 9 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൂട്ടി 10 ഇഞ്ച് മതിയാവും. അങ്ങനെ നമുക്ക് 10 ഇഞ്ച് ആദ്യം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. പിന്നെന്താ 10 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറു സൈഡിലും നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് സൈഡിലും 10 ഇഞ്ച് മാർക്ക് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം, സെൻറ്ററിലും കൂടി മാർക്ക് ചെയ്യാം. അളവ് വ്യത്യാസപ്പെടേണ്ട, നമുക്ക് ഇവിടെയും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് യോക്ക് ലെങ്ത് വേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഷോൾഡർ ഞാനിവിടെ എടുക്കുന്നത് ഒരു 7.5 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഷോൾഡർ 7.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഷോൾഡർ 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആം ഹോളും നമ്മൾ 7.5 തന്നെ എടുക്കണം. എന്നിട്ട് ഇവിടെ 7.5 ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. 7.5 ഉണ്ട്. അതുപോലെ സെൻറ്ററിൽ നോക്കണം 7.5 ഉണ്ടോ എന്ന്. എന്നിട്ട് അവിടെ ഒരു മാർക്കിങ് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇത് തമ്മിൽ നമുക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. 8 ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം, എന്നാലും ഇതിപ്പം സൈസ് അത്ര വലിയ സൈസ് അല്ല. അതുകൊണ്ടാണ് ഞാൻ 11 ഇഞ്ച് ഇട്ടെങ്കിലും ഇതിൻ്റെ കസ്റ്റമർ എന്ന് പറയുന്നത് മെലിഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ആം ഹോൾ 7.5 എടുത്ത്. ഇത്തിരി കൈവണ്ണമൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ നിങ്ങൾ 8 ഇഞ്ച് എടുത്തോണം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. അപ്പോൾ ചെസ്റ്റ് അളവ് എത്രയാണ് നമുക്കിവിടെ ഞാൻ പറഞ്ഞു 11 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വേണ്ടതെന്ന് പറഞ്ഞു. 11 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം. പിന്നെ 1/2 ഇഞ്ചെങ്കിലും നമുക്ക് കൂട്ടിയിടും. കാരണം നമ്മൾ സിബ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ സിബ് വയ്ക്കുന്ന സമയത്ത് എന്തായാലും ഒരു 1/2 ഇഞ്ചോളം 2 സൈഡിൽ നിന്ന് 1/4 ഇഞ്ച് വെച്ചിട്ടായാലും 1/2 ഇഞ്ചോളം വ്യത്യാസം വരും. അപ്പം അങ്ങനെ നമുക്കൊരു 1.5 ഇഞ്ച് കൂട്ടിയെടുക്കാം. നിങ്ങൾ സിബ് വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയാൽ മതി കേട്ടോ. പ്ലീറ്റ് നൈറ്റി കൊണ്ട് ഒരുപാട് തയ്യൽ തുമ്പ് ഇടേണ്ട. നമുക്ക് ഷേപ്പൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് താഴ്ഭാഗം ഒന്ന് അടിച്ചു പോവുകയുള്ളൂ. മനസ്സിലായില്ലേ? സൈഡൊന്ന് കൂട്ടി അടിച്ചു പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് എടുക്കാൻ മതി. കാരണം പ്ലീറ്റ്സ് ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ 1 ഇഞ്ച് മതി. കാരണം നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ലാസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി, സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ഇവിടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്തിരിക്കുന്നത് സിബ് വയ്ക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ അല്ലെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയെടുത്താലും മതി. 1.5 എടുത്താൽ നമ്മൾ ലാസ്റ്റ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വണ്ണം കൂടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ലൂസായിട്ട് ഇടുന്നവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇവിടെ 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ 11 ഇഞ്ചാണ് നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടി 12.5 എടുക്കണം കേട്ടോ. 11 ഇഞ്ചാണ് വേണ്ടത്. 1/2 ഇഞ്ച് സിബിന് 1 ഇഞ്ച് നമ്മൾ എന്തിനാണ് നമുക്ക് തയ്യൽ തുമ്പണം. അങ്ങനെ 12.5 ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോളിൽ നിന്ന് 1.5 ഇഞ്ച് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കുഴിച്ച് വരയ്ക്കാം. കുഴിച്ച് വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ചെസ്റ്റില്ലേ, ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വേണം ഇന്ന് കുഴിച്ച് വരയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. 7.5 സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മടക്കുമ്പോൾ നമുക്ക് കിട്ടും സെൻറ്റർ, കറക്റ്റ് സെൻറ്റർ കിട്ടും. നമുക്ക് അളക്കേണ്ട ആവശ്യം വരത്തില്ല. ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കും കണ്ടോ. ചെസ്റ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് തന്നെ വരയ്ക്കാം. നമ്മൾ ഇഞ്ഞു കൊണ്ടുവന്ന് ഇവിടെ നിന്ന് വരരുത്, നമ്മൾ ഇവിടെ നിന്നേ ഇങ്ങനെ ചേർത്ത് വരണം കേട്ടോ, മാർക്ക് ചെയ്ത്. എന്നിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ഈ കോൺ സൈഡിലെ ഈ കോൺ പോലെ ഇരിക്കുന്ന അവിടെ ഒരു മാർക്കിങ് കൊടുക്കാം. അത് നമുക്ക് യോക്ക് ഭാഗം കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മളിവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ യോക്ക്,
ഇനി അവിടേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് ചെയ്ത് വരണം. അപ്പോൾ നമുക്കിങ്ങനെ ഡോട്ടിട്ട് ആദ്യം വരാം. വന്നതിന് ശേഷം നമുക്ക് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു യോക്ക് ടൈപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വച്ചും നമുക്ക് ചെയ്യാം, ഇവിടെ വച്ചും ചെയ്യാം, പല ടൈപ്പിലും നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ടൈപ്പിലുള്ള യോക്കാണ് കേട്ടോ. ഇനി നമുക്കിതിൽ എന്ത് ചെയ്യണം, നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പം ഞാൻ എടുക്കുന്ന നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 എനിക്ക് വേണ്ടത്. ഞാൻ 2.25 എടുക്കുന്നുണ്ട്. 2.5 എനിക്ക് നെക്ക് വിഡ്ത്ത് വേണ്ടത്. 2.25 എടുക്കുന്നുണ്ട്. അത് തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് എടുക്കുന്നത്, തയ്യൽ തുമ്പ് ഉൾപ്പെടെ. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2.5 കിട്ടും. ഞാൻ പറഞ്ഞില്ല, ഇത് ഒരുപാട് ഇടുങ്ങിയ ഒരു കഴുത്താണ്. പക്ഷേ അത് കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ളത് മതി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ച്ച് വരുമ്പോൾ എന്താവും, പിന്നെ ഇത് 4 ഇഞ്ചും കൂടെ വരും. അപ്പോൾ 2.5 ആയിക്കോളും. എന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. കണ്ടോ, എന്നിട്ട് ഇനി ഫ്രണ്ട് നെക്ക് നമ്മൾ റൗണ്ട് നെക്ക് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും ഇവിടെ മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ഞാൻ 5 എടുക്കുന്നത്, തയ്യൽ തുമ്പ് ഉൾപ്പെടെ. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് 6 പിന്നെ 5 കിട്ടിക്കൂടെ, 5 മതി കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു 2.25 ഉണ്ടോ എന്ന് നോക്കണം. അവിടെ നമുക്ക് 6 ഇഞ്ചൊക്കെ വേണമെങ്കിൽ 5.5 നമ്മൾ സ്റ്റിച്ച് തരുമ്പോൾ വരുള്ളൂ. അപ്പം മറ്റേത് 6.5 എടുക്കുന്നത് നമ്മൾ ചുരിദാറിനൊക്കെ വേണ്ടിയിട്ടാണ്, ടോപ്പിനാണ് 6.5 എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അവർക്ക് ഈ അളവ് മതിയെന്ന് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നെക്ക് വിഡ്ത്തിൻ്റെത് നെക്ക് ലെങ്തിൻ്റെ അളവ് മാറ്റിക്കണം. അപ്പോൾ ഇതിവിടെ നമുക്കൊന്ന് വരയ്ക്കാം. റൗണ്ട് നെക്കാണ് ഇവിടെയും ചെയ്യുന്നത്, യു നെക്ക്. കണ്ടോ, നമ്മൾ ഇത്രയും ചെയ്ത് വെച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനാദ്യം ഈ യോക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ യോക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. യോക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ലെങ്ത് മാർക്ക് ചെയ്തിട്ടില്ല. എന്താണെന്നറിയാവോ, നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് ഇങ്ങനെയുള്ള മോഡലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ മോഡലൊന്നും ചെയ്യാൻ പാടില്ല. എനിക്ക് പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ ലെങ്ത് വേണ്ട അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചോ 3.5 ഇഞ്ചോങ്കിലും കൂട്ടിയെടുത്തിട്ട് വേണം നിങ്ങൾ ലെങ്ത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. കാരണം നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് വരപ്പം യോക്ക് ജോയിൻ ചെയ്ത് വരപ്പോഴൊക്കെ വ്യത്യാസങ്ങൾ വരും, എത്രയൊക്കെ നമ്മൾ തയ്യൽ തുമ്പിട്ടാലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ചെയ്യുന്നത് ഇത് ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ ലെങ്ത് അളന്നിട്ട് കട്ട് ചെയ്ത് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നേരത്തെ ലെങ്ത് കട്ട് ചെയ്യണമെങ്കിൽ 3-3.5 ഇഞ്ചെങ്കിലും കൂട്ടിയിട്ടോണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതങ്ങ് ഇപ്പോൾ ഈ സ്കേർട്ട് ഭാഗം ഇങ്ങോട്ടൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിൻ്റെ മടക്കാണ് കേട്ടോ. നമുക്കിത് ഇങ്ങനെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ നമ്മളെ ഈ യോക്കില്ലേ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് നോക്കിയോളൂ. പുതിയ കത്തിരിയാണ്, അതുകൊണ്ട് പുതിയ കത്തിരി ആയതുകൊണ്ട് ചെറിയൊരു കട്ട് ചെയ്യാനൊരു പ്രാക്ടീസ് നല്ല ഇതായിട്ട് വന്നില്ല, പഴക്കം വന്നില്ല. പിന്നെ നമുക്ക് തിരിച്ചിട്ടാം കേട്ടോ. തിരിച്ചിട്ടിട്ട് കട്ട് ചെയ്യാം. കൈക്ക് നല്ല വഴങ്ങി വന്നാലേ കട്ടിങ് ശരിയാവത്തുള്ളൂ. ഇത് ഇങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുക. ഇത് നമുക്ക് വേണോ അത്. ഇപ്പോൾ ഇതാ ഇങ്ങനെ വന്നു കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്യണം. ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യണം. അപ്പം ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്യണേ. ഉണ്ട് ബാക്ക് നെക്ക് കട്ട്. ഇത് കളയരുത്, നമുക്ക് ക്രോസ് പീസ് വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം ബാക്കിൽ. ഇതും മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഷോൾഡറുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം. എങ്കിൽ നമുക്ക് ബാക്കും ഫ്രണ്ടും തമ്മിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അല്ലാതെ ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഫ്രണ്ടും കൂടെ കട്ട് ചെയ്യരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷോൾഡർ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ.
അല്ലെങ്കിൽ ബാക്ക് ഫ്രണ്ട് ഒരേ അളവായി പോവും നെക്ക്. അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അതുപോലെ ഈ സൈഡിലും ചെയ്യണം. കണ്ടു. സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ വരച്ച ഭാഗം വേണം ഫ്രണ്ടായിട്ട് എടുക്കാൻ, മറ്റേ ഭാഗം ബാക്കായിട്ട്. ഇത് ബാക്ക്. ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ബാക്ക് ഭാഗം ഇങ്ങനെ വരും കേട്ടോ. ഇത് നല്ല കളർഫുൾ തുണിയാണ് കേട്ടോ, നല്ല രസമുണ്ട് ഈ കളർ കാണാനായിട്ട്. ഇത് ബാക്കാണ്, ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് ഫ്രണ്ട് നമുക്കെടുത്ത് ഫ്രണ്ട് കഴുത്തും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വരച്ച ഭാഗമാകുമ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് വരച്ച പാർട്ട് തന്നെ ഫ്രണ്ട് പാർട്ടായിട്ട് എടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് നല്ലൊരു ലെവലാക്കി യോക്കൊക്കെ നല്ല ലെവലാക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. നമുക്ക് ഫ്രണ്ടും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ടായി കണ്ടു. ഇത് ഫ്രണ്ട്, മറ്റേത് ബാക്ക്. ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ യോക്കിൻ്റെ ഭാഗം അത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ, നമ്മൾ ഇവിടെ നിന്നാണ് കട്ട് ചെയ്തെടുത്തത്. ചെസ്റ്റ് ഇവിടെ ഇനി കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ചെസ്റ്റിൻ്റെ ഭാഗം ഒന്ന്, ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ വരുന്നത് അതുവരെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് കറക്റ്റ് ചെസ്റ്റ്. ഇതുവരെ ചെസ്റ്റിന് വേണം. അപ്പോൾ ഇത് ഇങ്ങോട്ടേ തൽക്കാലം മാറ്റി വയ്ക്കുക. ഈ അളവ് വേണം. ഇത് ഫുള്ള് വേണ്ട, ഒരു പീസെങ്കിലും നമുക്ക് വേണം. എന്തിനാണ് നമുക്ക് ഇതിൻ്റെ ഈ ചെസ്റ്റിൻ്റെ ബാക്കി എടുത്ത് നമുക്ക് ഈ സ്കേർട്ട് പാർട്ടിൽ വേണം എടുക്കാൻ. മനസ്സിലാവുന്നത്? നമ്മൾ യോക്ക് ഭാഗം കട്ട് ചെയ്ത് ഇങ്ങനെ കൈക്കുഴിയുടെ അവിടെ വെച്ചിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ചെസ്റ്റ് വണ്ണം നമുക്ക് കറക്റ്റ് ആവത്തില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയിലുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ആ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഇനി അത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എവിടെയാണോ ലെന്ത് വരുന്നത്, നമ്മൾ എത്രയാണോ ചെസ്റ്റ് അളവ് എടുത്തത്, ഈ ഒരു പീസ് മതി എല്ലാം കൂടെ. അപ്പം അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം. കണ്ടോ? അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ വച്ച് കാണിച്ചു തരാം, യോക്ക് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? ഇങ്ങനെ വരണം. ഇങ്ങനെ വന്നാലേ നമ്മുടെ ചെസ്റ്റ് ഭാഗം അവിടെ കറക്റ്റ് ആവുള്ളൂ. മറ്റേ ചെസ്റ്റ് നമുക്ക് ഇവിടെ കൈക്കുഴി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ സ്കേർട്ട് ഭാഗത്ത് എടുത്താലേ വണ്ണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ആ പീസ് കട്ട് ചെയ്ത് അത് വച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോഴേ തന്നെ കട്ട് ചെയ്തെടുക്കണം, പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്, അല്ലെങ്കിൽ ആ പീസ് കളഞ്ഞു. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ സ്കേർട്ട് പാർട്ടിൽ ഇനി നമുക്ക് ഒന്നുമില്ല, അത് പ്ലീറ്റ്സ് ഇട്ട് എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തോണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പ്ലീറ്റ്സ് എടുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് സെൻറ്റർ പെട്ടെന്ന് അറിയാൻ പറ്റും. കണ്ടോ? മടങ്ങിയിരിക്കുന്നുണ്ടോ? അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ തുണി ഇടുന്നതിലും ഒക്കെ വ്യത്യാസം വന്നാലും കട്ട് ചെയ്യുന്നതിൽ വ്യത്യാസം വരും. ഇതാണ് സെൻറ്റർ. അപ്പോൾ ഞാൻ സെൻറ്ററോടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങ് മാറ്റി വയ്ക്കാം. ഇതിനെ മടക്കി വയ്ക്കാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത് അല്ലേ? ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത് എടുക്കണം. അത് ഞാൻ ഓർമ്മിച്ചില്ല. അപ്പോൾ നമുക്ക് സ്കേർട്ട് പാർട്ടിലും കൂടെ വെച്ചിട്ട് വേണം ആം ഹോളിൻ്റെ ലെങ്ത് എടുക്കാം. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട്
കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ തുണി തികയത്തില്ല. നമ്മളിങ്ങനെ വെച്ചിട്ടില്ലേ, ഇങ്ങനെ വെച്ചിട്ട് യോക്ക് ഭാഗവും കൂടി എടുക്കുക. എന്നിട്ട് വേണം ആം ഹോൾ അളക്കേണ്ടത്. നമുക്ക് ഇതിൻ്റെ ആം ഹോളൊന്ന് അളന്ന് നോക്കാം എത്ര ഉണ്ടായിരിക്കുമെന്ന്. കൂടിപ്പോയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. ഇങ്ങനെ നമ്മൾ അളന്ന് നോക്കണം. നിങ്ങൾ കാണുന്നുണ്ടോ? ഇനി നമുക്ക് അളന്ന് നോക്കാം. ഇങ്ങനെ അളന്ന് നോക്കണം. ഒരു 11 ഇഞ്ചോളം വരുന്നുണ്ട്. ഇവിടെ അരയിഞ്ച് പോവും, ഇവിടെ അരയിഞ്ച് നമ്മൾ ജോയിൻ ചെയ്യപ്പോഴത്തേക്ക്. അപ്പം 1 ഇഞ്ച് പോവും. 11 ഇഞ്ചും 10 ഇഞ്ച് എടുത്താൽ മതി. പിന്നെ ഇവിടെ ഒരു അരയിഞ്ച് പോവും, അത് നമ്മൾ കണക്കാക്കണ്ട. നമുക്കൊരു 10 ഇഞ്ച് വിടുത്ത് വേണം വേണ്ടത്. ഇതിനെ മടക്കി വയ്ക്കാം. അപ്പം അതിന് നമുക്ക് എത്ര നമ്മളിങ്ങനെ അളന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒന്ന് 1 ഇഞ്ച് കുറച്ചോ. നിങ്ങൾ അരയിഞ്ചിട്ടാണ് തയ്യൽത്തുമ്പോൾ ചെയ്യുന്നതെങ്കിലാണ് 1 ഇഞ്ച് കുറയ്ക്കേണ്ടത്. 4 ഇഞ്ചാണെങ്കിൽ നിങ്ങൾ അരയിഞ്ച് കുറച്ചാൽ മതിയേ. ഞാൻ അരയിഞ്ച് തയ്യൽത്തുമ്പിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് സ്ലീവ് തുണി തികയുമോ എന്ന് നോക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ജോയിൻ ചെയ്താണ്ടായിട്ട് വരും. ഇനി നമുക്ക് കറക്റ്റായിട്ട് വച്ചിട്ട് കിട്ടുന്നിരുന്നു. 10 ഇഞ്ചെങ്കിലും വേണം നമുക്ക്. കറക്റ്റ് കിട്ടും കേട്ടോ, 10 ഇഞ്ച് കിട്ടും. പക്ഷേ ഇവിടെ ഒരു കുറച്ച് ഗ്യാപ്പ് വരും. 3.5 ഇഞ്ച് എടുത്താൽ നോക്കട്ടെ. നമുക്ക് ലെങ്ത് വേണ്ടത്, സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടത്, സ്ലീവ് ലെന്ത് എനിക്ക് 7.5 കേട്ടോ വേണ്ടത്. 7.5 സ്ലീവ് ലെന്ത് 7.5. ഞാൻ താഴ്ഭാഗം മടക്കിയൊന്നുമില്ല, അടിക്കുന്നില്ല. തേരുവശം ആയതുകൊണ്ട് മടക്കി അടിക്കുന്നെങ്കിൽ അതും കൂടെ നിങ്ങൾ കൂട്ടി 1 ഇഞ്ച് ഇവിടെ ഇട്ടോണം മടക്കി അടിക്കാൻ. 1/2 ഇഞ്ച് ഇവിടെ, അങ്ങനെ 1.5 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 7.5, അപ്പോൾ 8 ഇഞ്ച് മതിയാവും കേട്ടോ. പിന്നെ 8 ഇഞ്ചിലുള്ള എന്തുള്ള നൈറ്റി ഇതാണ് 8 ഇഞ്ച് കേട്ടോ. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ പോയിട്ട് എനിക്ക് 7 ഇഞ്ച് 7.5 വന്നോളൂ. അതുപോലെ നമ്മൾ ഇവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യാവും കേട്ടോ. അല്ലെങ്കിൽ അളവ് ഷേപ്പിൽ വരാൻ വ്യത്യാസം വരും. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലേ, ഇവിടെ നിന്ന് ഇനി 3 ഇഞ്ച്, ഒരു 3.5 ഇഞ്ച് താഴ്ത്താം. അപ്പം നമുക്കിതൊന്ന് കവർ ചെയ്ത് പോകാം. മറ്റേത് ഇവിടെ നമുക്ക് വേറൊരു തുണി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കേണ്ടി വരും. എന്നിട്ട് താഴ്ഭാഗത്ത് നമ്മൾ 5.5 കറക്റ്റ്, 1 ഇഞ്ചും കൂടെ കൂട്ടി 6.5 എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ, ഇത് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടോ, ഇവിടെ ഇത് നമ്മൾ യോജിപ്പിക്കണം. തിരിച്ച് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരു ഷേപ്പ്, ഇതൊന്ന് കവർ ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇല്ല നിങ്ങൾക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് ഒരു പീസ് 4 പീസ് ജോയിൻ ചെയ്തെടുത്തിട്ട് ചെയ്തു. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ആകും തുണി വേണ്ട. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ സ്ലീവിന് എടുത്തോണം കേട്ടോ. ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇവിടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. സ്ലീവും കിട്ടിയിട്ടുണ്ട് കണ്ടോ, സ്ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവായി. ഇനി നമുക്ക് ക്രോസ് പീസും കൂടി തയ്ക്കണം. ഫ്രണ്ടിലും വേണ്ടേ. ചരിച്ചൊന്ന് ചരിച്ച് കട്ട് ചെയ്തിട്ട് എപ്പോഴും ക്രോസ് പീസ് കട്ട് ചെയ്യാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ട്രെയിറ്റ് പീസ് വെച്ച് നമുക്ക് നെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ 2 പീസ്
ഇനി നമുക്ക് ഇതിൽ വേറെ പീസൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇങ്ങനെയുള്ള നൈറ്റിയിൽ നമുക്ക് നമുക്ക് ഫ്രണ്ട് നെക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും കൂടെ നമുക്ക് കുറച്ച് പീസുകൾ വേണം കേട്ടോ. പിന്നെ അകവശത്തായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, വേറെ പീസായിട്ടായാലും അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കാം നമുക്ക് ഇവിടെ കുറച്ചധികം പീസുകൾ നമുക്ക് ഫ്രണ്ടിനൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരും. കണ്ടോ? അപ്പം ഇതും നമ്മൾ ഇപ്പം കട്ട് ചെയ്ത പീസെല്ലാം കൂടി വയ്ക്കണം. ഇതായി. നമുക്ക് ഇനി വേണ്ടി വരും കുറച്ച് പീസുകളൊക്കെ. അപ്പോൾ നമുക്ക് കട്ടിങ് എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇത് ക്രോസ് പീസാണ്. ഫ്രണ്ടിൽ ചിലപ്പോൾ തികയത്തില്ല, നമുക്ക് വീണ്ടും കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനേക്കാളുള്ള ചെറിയ പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഒന്നും കളയത്തില്ല. സ്കേർട്ട് ഭാഗമായി ഇത് ബാക്ക് യോക്കായി, ഇത് ഫ്രണ്ട് യോക്കായി, ഇത് സ്ലീവായി, രണ്ട് സ്ലീവായി. ഇത് കഴിഞ്ഞിട്ട് ക്രോസ് പീസായി. അപ്പം കട്ടിങ് എല്ലാം ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്രോസ് പീസ് ഇനി വേണമെങ്കിൽ ഇതിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വേറൊരു പീസ് എടുത്താലും മതി, തുണി ഇല്ലെങ്കിൽ. കാരണം ആകാശത്ത് പോകുന്നത് കൊണ്ട് അറിയത്തില്ല. പിന്നെ സിബ് വയ്ക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ സിബ് വയ്ക്കാനൊക്കെ എനിക്കിതിന് നമുക്ക് പീസ് വേണം. അപ്പോൾ നമുക്ക് അകത്ത് ക്രോസ് പീസ് വേറെ പീസ് വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം സിബ് വയ്ക്കുമ്പോൾ ഇതേ പീസ് തന്നെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് അകത്ത് വേറെ പീസ്. പിന്നെ ലെന്ത് കുറവാണെങ്കിൽ നമുക്ക് താഴ്ഭാഗത്തു നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അത് പ്രശ്നമല്ല. അങ്ങനെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.